ഗൈസ് ഈ ഒരു വീഡിയോ വന്നിട്ട് ഞാനും മാളും കൂടെ കുറച്ച് ഞാനും മാളും വിഷ്ണുവേട്ടൻ ഉണ്ണിക്കുട്ടൻ നമ്മൾ നാലുപേരും കൂടെ കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുന്ന ഒരു വീഡിയോ കേട്ടോ. എന്തിന് പർച്ചേസ് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും കൂടെ ട്രിപ്പ് പോവാണ്. അതായത് വിഷ്ണുവേട്ടൻ, ഞാൻ, മാളു, ഉണ്ണിക്കുട്ടൻ, അമ്പുടു, അബി, എബി, നന്ദപ്പൻ നമ്മുടെ മാളുവിൻ്റെ ചേട്ടനാണ്. അപ്പോൾ നമ്മളിങ്ങനെ 8 പേര്, ഒരാളും കൂടെ ഉണ്ടല്ലോ ഗൈസ്, നന്ദപ്പൻ കറക്റ്റായില്ലേ? വിഷ്ണുവേട്ടൻ, ഞാൻ, മാളു, ഉണ്ണിക്കുട്ടൻ, എബി, അബി, നന്ദപ്പൻ, അനന്തു, അമ്പുടു, 9 ആൾ. അപ്പോൾ ഇത്രയും പേര് നമ്മൾ ഒരു ട്രിപ്പ്, ഞങ്ങളുടെ ഫസ്റ്റത്തെ ട്രിപ്പാണ് കേട്ടോ എല്ലാവരും കൂടെ പോകുന്നത്. അപ്പോൾ വിഷ്ണുവേട്ടനാണ് ഞങ്ങളുടെ ഷെഫ് വിഷ്ണുവാണ്. വിഷ്ണുവേട്ടനാണ് എന്താ പറയുക സാധനങ്ങളൊക്കെ നമ്മൾ അതെടുക്കാത്ത നമ്മൾ ലിസ്റ്റൊക്കെ തയ്യാറാക്കിയിരുന്നു കേട്ടോ. എന്തൊക്കെ വേണം, എത്രയൊക്കെ വേണം എന്നുള്ളതിൻ്റെ ഒക്കെ ലിസ്റ്റ് തയ്യാറാക്കുന്നത്. കാരണം ഞങ്ങൾ കുക്ക് ചെയ്തിട്ട് പോവാം. ഇത്തവണ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും തോന്നിയതുകൊണ്ട് നമ്മൾ പറഞ്ഞു കുക്ക് ചെയ്തതിന് ശേഷം നമുക്ക് കഴിച്ചതൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത് അടിപൊളിയായിട്ട് പോയി വരാം എന്നുള്ളൊരു പ്ലാനായിരുന്നു. അപ്പോൾ ഞങ്ങൾ പച്ചക്കറി എല്ലാം വാങ്ങി ഇറങ്ങി നേരെ കാർ വാഷ് ചെയ്യാനോർത്ത് കാറൊക്കെ എടുത്തു. പിന്നെ ലഗേജൊക്കെ പാക്ക് ചെയ്തിട്ട് ഞങ്ങൾ പിറ്റേഴ്സ് രാവിലെ ഇറങ്ങി. ഈ കാർ വാഷ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ലഗേജ് എടുത്ത് വെക്കുന്നതോ ബാക്കിയൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. വിഷ്ണുവിന് കുറച്ച് വർക്ക് തീർക്കാനൊക്കെ ഉള്ളതുകൊണ്ട് വിഷ്ണുവിൻ്റെ സ്റ്റുഡിയോയിലായിരുന്നു. അപ്പോൾ അതിന് വിഷ്ണുവായിട്ട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിന് ഞാൻ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് ഞാൻ എല്ലാം പാക്ക് ചെയ്ത് പിറ്റേ ദിവസം രാവിലെയാണ് ബാക്കി വീഡിയോ ഞാൻ എടുക്കുന്നത്. പറഞ്ഞല്ലേ ജലദോഷമാണ്, മൂക്കും വെച്ചിട്ട് ഇതൊന്ന് എവിടെയും വന്നു കഴിഞ്ഞാൽ പിന്നെ തണുപ്പടിച്ച് ഇവിടെ വന്നു കുറച്ച് മൂക്കൊക്കെ തുടച്ചിട്ടൊന്നു. എപ്പോഴേലും അമ്പുടിനൊരു ജലദോഷം വന്നാലോ അല്ലെങ്കിൽ അമ്പുടായിട്ട് എവിടെയെങ്കിലും പോവുകയാണെങ്കിലൊക്കെ മസ്റ്റായിട്ട് എൻ്റെ കയ്യിൽ എനിക്ക് വേണ്ട ഒരു കാര്യമാണ് കേട്ടോ ഗൈസ്, വൈപ്പ് എന്ന് പറയുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ വല്ല മണ്ണിൽ കളിച്ചാലോ അല്ലെങ്കിൽ വെള്ളമായാലോ അല്ലെങ്കിൽ കഴിക്കുന്നതായാലോ ഒക്കെ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഏറ്റവും ഇഷ്ടവും അല്ലെങ്കിൽ ഏറ്റവും സൗകര്യമുള്ളതും വൈപ്സാണ് കേട്ടോ. അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവനെ പിടിച്ചോടുന്നു. അവന് ചെറിയ ജലദോഷമുണ്ട്. അപ്പോൾ അവൻ കാലിൽ മുറ്റത്ത് കൂടെ ഇട്ടിട്ട് കാലിൽ അഴുക്കൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അതും അവൻ്റെ ജലദോഷമൊക്കെ ഉണ്ടാക്കുന്ന തുടച്ചു കൊടുത്ത് അവനൊന്ന് സെറ്റാക്കുമായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു നമ്മുടെ വൈപ്സ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലവ് ലാപ്പിൻ്റെ പ്ലാൻ ബേസ്ഡ് ആയിട്ടുള്ള 99% പ്യുവർ വാട്ടർ വൈപ്സ് ആണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഭയങ്കര എക്സ്ട്രാ തിക്കാണ് ഇതിന് കേട്ടോ. നമ്മൾ നോർമൽ വൈപ്സിനൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കമ്പയർ ചെയ്യാൻ പോലും പറ്റത്തില്ലെന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. കാര്യം ചിലതൊക്കെ എടുക്കുമ്പോഴത്തേനും നല്ല രീതിയിൽ വെള്ളം ഉണ്ടാവും, നല്ല രീതിയിൽ പതപതയായിട്ട് നമുക്ക് തുടയ്ക്കാൻ പോലും പറ്റാത്ത രീതിയിലുണ്ടാവും. പക്ഷേ ഇത് വന്നിട്ടില്ലേ നമുക്ക് പറ്റുന്ന പാകത്തിനുള്ള ഒരു ഇതേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇതിൻ്റെ തിക്കാണ്, നമുക്ക് എടുത്തോ നമ്മൾ എത്ര വലിച്ചാലും നീട്ടിയാലും ഇത് പൊട്ടിപ്പോകത്തില്ല, അത്രയും തിക്നെസ് ഉണ്ട്. നമ്മൾ എത്ര ചുരുട്ടിയാലും ഇത് വീണ്ടും നമുക്കൊരു കർച്ചീഫ് യൂസ് ചെയ്യുന്ന പോലെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. സീരിയസ്ലി ഗൈസ്, നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു നഷ്ടവും തോന്നത്തില്ല. അതുപോലത്തെ നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ അതിനകത്ത്. നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് മാത്രമേ വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ കമൻറ്റ് ബോക്സിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നതാണ് കേട്ടോ. കാര്യം എപ്പോഴും ഇനിയിപ്പോൾ കുഞ്ഞു കുട്ടികളുള്ളവരാണെങ്കിലും ഇല്ലാത്തവരാണെങ്കിൽ പോലും നമ്മുടെ കയ്യിൽ ഒരു വൈപ്പ് കീപ്പ് ചെയ്യുന്നത് എപ്പോഴും നല്ലതല്ലേ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഞാനിത് നല്ല രീതിയിൽ പ്രിഫർ ചെയ്യുകയാണ്. അപ്പോൾ എന്താണേലും നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുക. എനിക്ക് ശരിക്കും യൂസ്ഫുള്ളായ പ്രോഡക്റ്റാണ്, നിങ്ങൾക്കും യൂസ്ഫുള്ളായിരിക്കും കൺഫേം. അമ്പടു എന്താ വെള്ളച്ചാട്ടം വന്നു. അനന്തു നീ ഇറങ്ങി കുളിക്കുന്നോ? എന്തായാലും കുളിച്ചില്ല, വേണേന്ന് ഇറങ്ങി കുളിച്ചോ? വെറുതെ അല്ലൊരു മണം വണ്ടി കയറിട്ടുണ്ട്. കേസ് നമ്മള് കോതമംഗലം എത്തി. ഇതേ ഉണ്ണി പോകുന്നു. ശരി, അതവിടെ എഴുതി കണ്ടോണ്ട് ഞാൻ പറഞ്ഞതാ, എനിക്കറിയത്തൊന്നുമില്ല. ഇതേ ഉണ്ണി പോകുന്നു ഗൈസ്. ഉണ്ണിക്കുട്ടൻ, അബി, നന്ദപ്പൻ, മാളു അതിലുണ്ട്. ഇതില് ഞങ്ങള് എബി, ഞാന്, വിഷ്ണുവേട്ടൻ, അനന്തു, അമ്പുടു നമ്മളിതിലുണ്ട്. എന്ത് കറക്റ്റ് അല്ലേ പറഞ്ഞത്? ചേട്ടാ കറക്റ്റ് അല്ലേ? എബി കറക്റ്റ് അല്ലേ? അനന്തു അതെ, ഞാൻ കണ്ണടച്ച് കിടക്കുക. എന്താ അച്ഛേ? മാമി, നന്ദപ്പൻ, ഉണ്ണി. പിന്നാരുള്ളതില് എബിയുടെ ചേട്ടന്റെ പേരെന്തുവാ? അബി. യെസ്, വീഡിയോ തുടങ്ങി ഗൈസ്. പറയാൻ വിടൂ, എന്താ പറയാൻ വന്ന? മങ്കിയെ കാണാൻ പോവാണോ? അതന്നെ, നേരെ സൈഡിലേക്ക് നോക്ക്. ദേ ഇരിക്കുന്നു മോനെ, ഡ്രൈവ് ചെയ്യുന്നുണ്ട് മങ്കി ഗൈസ്. അപ്പൊ നമ്മളിതാ ഹൈ റേഞ്ച് റംബൂട്ടാൻ എന്തോ എഴുതി വെച്ചേക്കുന്നു തൈകള് ഗൈസ്. അപ്പൊ നമ്മളിതാ ഹൈ റേഞ്ച് കയറി നമ്മൾ പൊക്കോണ്ടിരിക്കുന്നതാണ്. ഇനി നമ്മൾ പോയി നമ്മൾ കാഴ്ചകളൊക്കെ
ആ മൂന്നാറാകെ മാറിപ്പോയി. ഏട്ടാ സ്ഥിരം വരുന്ന സ്ഥലം ചെറിയ മാറ്റങ്ങൾ പോലെ. എബിനെ കാണിക്കാം. എബി ഉണ്ട് ഗൈസ് ഇവിടെ. ഞാനെന്തു ഒമ്മേ ഇവര് എങ്ങനെയൊക്കെയാ പോകാൻ പിടിക്കണത്. അതിന് വിട്. ദേ നോക്കിക്കാൻ അമ്പുടു. അമ്പുട് പോണത് എന്ത് കാണാനാണ്? മങ്കിയെ കാണാനല്ലേ അവന? ആ എന്തിനാ അമ്പുട് പോണ്? മങ്കി കാണാനാണ് അമ്പുട് പോണത്. അപ്പൊ നമുക്ക് പോയിട്ട് വരാം. ഏട്ടാ അവരെ പറഞ്ഞാ ഓക്കെ എന്ന് പറഞ്ഞത്. ഗൈസ് ഞങ്ങള് പെട്ടു ഗൈസ്. നമ്മള് അവിടെ ഉള്ളൊരു മരം മുറിക്കുന്ന പരിപാടിയായിരുന്നു. അപ്പൊ അത് മുറിച്ച് നമ്മുടെ റോഡിലിട്ടു. അത് കാരണം നമ്മളിവിടെ പോസ്റ്റ് ആക്കി. ഒരു 1-2 മണിക്കൂറൊക്കെ ചിലപ്പോൾ ഇവിടെ പോസ്റ്റ് ആവാൻ നല്ല ചാൻസ് കാണുന്നു. വിഷ്ണുവേട്ടനാണെന്നുണ്ടെങ്കിൽ പറയുകയും ചെയ്തിട്ടോ നമ്മൾ ആദ്യമായിട്ടാണ് മൂന്നാറിൽ ഇത്ര നേരത്തെ എത്തണമെന്ന്. അതുപോലെ തന്നെ ആയി നമ്മൾ നേരത്തെ എത്തി. ആയി അബി കോടമഞ്ഞിൻ. ആ ഏട്ടാ ഇവിടെ കോടാമഞ്ഞിൻ ഇവിടെ പാട്. കോടാമഞ്ഞിൻ ഏട്ടാ കഷ്ടോണ്ട് പാട്. ഏട്ടാ പാട് കേട്ടോ. പാടിക്കോണേ. ആ കോടാമഞ്ഞിൻ താഴ്വാരയിൽ രാത്രി മുല്ലപ്പൂക്കും. ആ എബി പാടിയില്ലല്ലോ കേട്ടോ. കരയോട്ടോ. എന്റെ വിഷ്ണുട്ടന്റെ കൂടെ ഉള്ളപ്പോഴാ MA പഠിച്ചാലും BA പഠിച്ചാലും ഭയങ്കര. എന്താണെന്തോ ഗൈസ് ഇവൻ അങ്ങനെ കഴിച്ചു. ഒരു ട്രിപ്പ് വന്ന് അലമ്പാനായിട്ട് ഇവൻ കയറി കിടക്കും. അതാണ് ഇവന്റെ ശീലം ഗൈസ്. യെസ് അവന് ഉറക്കം വരുന്നു ഗൈസ്. പോവാമ്പടൂ. അതാ അത് പറിച്ചെടുത്താ. ഇവിടെ നോക്കിക്ക. ഇവിടെ നോക്കിക്ക. അമ്മേ നോക്കിയേ. ഇങ്ങോട്ട് നോക്കിക്ക അമ്മേനെ. അത് പറിച്ചെടുത്തോ ഗൈസ്. അപ്പം എൻ്റെ പാട്ടിൻ്റെ കൂടെ വിഷ്ണുട്ടനെ ഏറ്റി പിടിച്ചില്ല. അവരൊക്കെ കൂടെ എന്നെ വെറുതെ കളിയാക്കി. അപ്പം നമ്മളിതാ ഇവിടെ വന്ന് ഇറങ്ങി നിന്നോട്ടെ. നമ്മൾ വിചാരിച്ചൊരു 3-4 മണിക്കൂറോളം നമുക്ക് അവിടെ പോസ്റ്റ് ഇടുന്നു. പക്ഷെ അത്രയും സമയമൊന്നും കിട്ടിയില്ല. മരമൊക്കെ അവർ വെട്ടി മാറ്റി അതൊക്കെ റെഡിയാക്കി നമുക്ക് പെട്ടെന്ന് തന്നെ പോരാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നേരത്തെ മൂന്നാറിലെത്തും അല്ലെങ്കിൽ നേരത്തെ നമ്മൾ ഒട്ടവിടെ എത്തും എന്നൊക്കെ പ്ലാൻ ചെയ്തെങ്കിലും നമ്മൾ എല്ലാ പ്രാവശ്യത്തെയും പോലെ തന്നെ ലേറ്റായിട്ട് തന്നെയാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. ആദ്യമായിട്ട് നേരത്തെ എത്തുകയാണല്ലോ എന്ന് പറഞ്ഞെങ്കിലും നടന്നില്ല. ഇത് കണ്ടത് നല്ല രീതിയിൽ കോട ഇറങ്ങിയിട്ടുണ്ട്. അത് കോട ഇറങ്ങി കണ്ടപ്പോൾ നമ്മളവിടെ ഇറങ്ങി നിന്നതാണ്. എല്ലാവരും കൈ കെട്ടിയൊക്കെ നിൽക്കുന്നത്. ഓരോരുത്തരുണ്ട്. അബി പോക്കറ്റ് കയറ്റിട്ടാണ് നിൽക്കുന്നത്. കാര്യം തണുപ്പ് സഹിക്കാൻ വയ്യ. അത് തന്നെയാണ് കാര്യം കേട്ടോ. ജസ്റ്റ് കുറച്ചമ്മ ഇറങ്ങി നിന്ന് കോടയൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ തിരിച്ച് വീണ്ടും കാര്യം. അമ്മയുടെ ചുന്തിരിയുടെ മോഹം എന്തിയേടി മുത്ത്. അയ്യോ അപ്പോൾ നമ്മളവിടെ വരുന്ന വഴിക്ക് ഇറങ്ങി കുറച്ച് നേരം അവിടെയൊക്കെ നിന്നു. അതൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ വീണ്ടും യാത്ര തിരിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ എനിക്കൊന്നു എല്ലാവരും കൂടെ നമ്മുടെ ഗ്യാങ് കംപ്ലീറ്റ് ആയിട്ട് പോകുന്ന ഒരു ഫസ്റ്റ് ട്രിപ്പാണ് കേട്ടോ അത്. കാര്യം കല്യാണം കഴിഞ്ഞ സമയത്ത് ഞാനും അബിയും വിഷ്ണുവേട്ടനും ഞങ്ങൾ 4 പേരും, ഞാനും അബി അനന്തും വിഷ്ണുവേട്ടനും ഞങ്ങൾ 4 പേരും കൂടെ പോയിട്ടുണ്ട്. അല്ലാതെ പോയിട്ടുണ്ടായിരുന്നില്ല. നമുക്കതിൽ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് നമ്മൾ ആ പ്ലാനിങ് ഒക്കെ നടക്കുന്നത്. അപ്പോൾ നല്ല കോടയുണ്ട്, നല്ല മഞ്ഞുണ്ട്. ഇപ്പോൾ നമ്മൾ നേരെ പോകുന്നത് വട്ടവടയാണ് കേട്ടോ. അപ്പോൾ മഞ്ഞും തണുപ്പും ഈ ഒരു രക്ഷയില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഓവർകോട്ടൊക്കെ ഞാൻ ആദ്യം വീട്ടിൽ നിന്ന് എടുത്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. തണുപ്പുണ്ടാവും എന്നുള്ളത് അറിയാവുന്നതുകൊണ്ട് തന്നെ. പക്ഷേ ഇത് ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ. നമ്മൾ മുന്നോട്ട് പോകും തോറും ഇങ്ങനെ കോട ഇറങ്ങി വരുമായിരുന്നു. നമ്മൾ മൂന്നാർ വന്നിട്ടുണ്ടെങ്കിലും ഇത്രയും കോട ഇറങ്ങിയിട്ടൊന്നും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇത് ശരിക്കും കോടയൊക്കെ ഇറങ്ങി നല്ല രീതിയിൽ മഞ്ഞ്, അതുപോലെ നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമുക്ക് തണുപ്പ് കാരണം നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല. അത്രയ്ക്ക് തണുപ്പ്. അമ്പുടൊക്കെ ആണെന്നുണ്ടെങ്കിലും തണുപ്പ് കാരണം കാല് സോക്സ് വേണമെന്ന് ഇങ്ങോട്ട് പറഞ്ഞിട്ട് അമ്മ കാല് സോക്സ് വേണമെന്ന് പറഞ്ഞോട്. അപ്പോൾ അവന് വരെ തണുപ്പ് അത്രയ്ക്ക് തണുപ്പുണ്ട് എന്നുള്ളതായിരുന്നു. എന്നിട്ട് ഞങ്ങൾ പിന്നെ കടയിലൊക്കെ ഇറങ്ങി അവന് സോക്സ് മേടിച്ച് ടോയ്സൊക്കെ മേടിച്ച് സോക്സൊക്കെ കാലിലിട്ട് കൊടുത്ത്. മങ്കിക്കപ്പ് പിന്നെ ഞാൻ അമ്പലപ്പുഴം തന്നെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വാങ്ങിയ ക്യാപ്പൊക്കെ തലയിലിട്ട് കൊടുത്ത് അവൻ ഓക്കെ ആക്കി വെച്ചിട്ടൊക്കെയാണ് നമ്മൾ പോയത്. പക്ഷേ നമ്മൾ വിചാരിച്ചിട്ടോ ഇത്രയും ഒരു തണുപ്പൊക്കെ ഉള്ളപ്പോൾ ഞാൻ അമ്പുട് എന്തെങ്കിലും ബുദ്ധിമുട്ടോ. പക്ഷെ ഞങ്ങളെക്കാളും അടിപൊളിയായിട്ട് അവൻ നിന്നുള്ളതാണ്. എന്താ അമ്പുടേ?
അതെ, പറഞ്ഞു വന്നത് ഞങ്ങളെക്കാളും അടിപൊളിയായിട്ട് ആശാൻ നിന്നിട്ടുണ്ടായിരുന്നു. അവൻ ഓടി നടന്ന് കളിക്കുകയും അവൻ എൻജോയ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കത് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ പറയുകയും ചെയ്തു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവന് ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ നമ്മളിതുവരെ അങ്ങനെ അവന് ബുദ്ധിമുട്ടാവുമോ അല്ലെങ്കിൽ അവന് തണുപ്പ് പറ്റത്തില്ലേ, അത് പറ്റത്തില്ല, ഇത് പറ്റത്തില്ല എന്ന് പറഞ്ഞ് നമ്മൾ സ്കിപ്പ് ചെയ്തിട്ട് ഞങ്ങൾ വെള്ളച്ചാട്ടത്തിലൊക്കെ ഇറങ്ങിയിട്ടുള്ള വീഡിയോ ഉണ്ട്. അത് നാളെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അതിലൊക്കെ ഞങ്ങൾ വിചാരിച്ച് തണുപ്പ് വെള്ളമൊക്കെ തൊടാൻ വയ്യ. തണുത്ത് നമ്മൾ ഒരു കൊട്ട ഐസ് കട്ട വാരി ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും വെള്ളമൊക്കെ, അത്രയ്ക്ക് തണുപ്പാണ് ഗൈസ്. പക്ഷേ അമ്പുടും ആ വെള്ളത്തിൽ ഇറങ്ങി കളിച്ച് അപ്പോൾ നമുക്ക് അത്ഭുതമായിരുന്നു. എന്നിട്ട് പക്ഷേ എന്നാലും നമ്മൾ ഒത്തിരി നേരം ഒന്നും ഇരുത്തിയില്ല അവനെ. ഇനി അവനെ തണുപ്പ് പിടിക്കേണ്ടെന്ന് എടുത്തിട്ട് കുറച്ച് സമയം അവനെ ഇരുത്തി നമ്മുടെ കൂടെ തന്നെ കളിച്ച് നമ്മളങ്ങനെ കയറ്റുമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വട്ടവട എത്താറായപ്പോൾ നമ്മൾ കാറിൻ്റെ പൊക്കത്ത് നിന്നിട്ട് എടുത്തതാണോ അങ്ങനെ എന്തോ എടുത്ത വീഡിയോ ആയിരുന്നു. ഒന്ന് അബി ആരോ എടുത്ത വീഡിയോ ആയിരുന്നു കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ്. നമ്മൾ വിചാരിച്ചു വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മഴയായിരിക്കും, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമോ എന്നൊക്കെ ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായില്ല. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഈ നേരം വരെ സത്യത്തിൽ ഒരു മഴ പോലും പെയ്തില്ല. ചെറിയ തുള്ളിയൊക്കെ വീണു എന്നല്ലാണ്ട് ഈ ചാറ്റൽ മഴ ഉണ്ടല്ലോ അങ്ങനത്തെ മഴ ഉണ്ടെന്നല്ലാതെ മഴയൊന്നും പെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇതിപ്പോൾ അമ്പൂടിന് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ ഈ നമ്മുടെ വണ്ടിയുടെ റൂഫ് തുറന്നിട്ട് അതിൻ്റെ പുറത്ത് കയറി നിൽക്കുക എന്നുള്ളത്. എപ്പോഴും എൻ്റെ തോളി ചവിട്ടി അവൻ കയറി നിൽക്കും. പക്ഷേ നമ്മൾ മെയിൻ റോഡിലേക്കൊന്നും വരുമ്പോൾ അങ്ങനെ നിർത്താറില്ല കേട്ടോ. നമ്മുടെ വീടിൻ്റെ അടുത്ത് ഉള്ളേരിയ റോഡിലൊക്കെയാണ് നിൽക്കാറുള്ളൂ. ഇപ്പോൾ അബി വീഡിയോ എടുക്കാൻ കയറിയപ്പോൾ എബിയുടെ കൂടെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അവനും കയറി നിന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ ബാക്കി വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ നാളെ ഇടുന്നതായിരിക്കും. ഇത് ശരിക്കും നമ്മൾ അവിടെ വട്ടവട നമ്മുടെ റിസോർട്ടിൻ്റെ അവിടെ എത്തുന്നവരുള്ള വീഡിയോസ് നമ്മളിതിൽ ഈ ഒരു വ്ളോഗിൽ പോസ്റ്റ് ചെയ്യുന്നുള്ളൂ. അതും കൂടെ കൂട്ടുമ്പോൾ 10-25 മിനിറ്റൊക്കെ വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ ഇനി അത് ബുദ്ധിമുട്ടായാലോ എന്ന് എഴുതിയിട്ടാണ് നമ്മൾ 10 മിനിറ്റുള്ള വീഡിയോസ് ഇടുന്നത്. അല്ലാതെ നമ്മൾ ഫുൾ വീഡിയോ ഇട്ടായിരുന്നു. അപ്പം നമുക്ക് ഇനി ഇവിടെ ബാക്കി റിസോർട്ടിലെ വിശേഷങ്ങൾ നമ്മൾ കുക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്തൊരു വ്ളോഗിൽ കാണാം. അപ്പം നമ്മുടെ കൂടെ എല്ലാവരും ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. കാര്യം നമ്മളിപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് ഒരു ട്രാവൽ വ്ളോഗും കാര്യങ്ങളൊക്കെ ഇടുന്നത്. അപ്പോൾ അമ്പുడు നമ്മൾ വീഡിയോ എടുത്ത് കഴിയുമ്പോൾ അമ്മ എബിയെ കാണിക്കുക, അമ്മ അനുനുനെ കാണിക്കുക എന്നൊക്കെ അമ്പുడు ഇങ്ങനെ പറയും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ അപ്പം ഇങ്ങോട്ട് തിരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ തിരിച്ച് പിടിക്കുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും കാണുന്നില്ലല്ലോ എന്ന് എഴുതിയിട്ടാണ് ബാക്ക് ക്യാമറ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ എടുത്തത്. അപ്പോൾ എന്തായാലും നമുക്ക് നാളെ ബാക്കി വീഡിയോ ആയിട്ട് വരാം കേട്ടോ.